Sure, ma'am. My name is Sarthak Siddhant. I'm a class 12 student. I just graduated class 12 this year, and I have uh, I have wrote a blog that compares the tender documents of CBSE, and I have uploaded it and I have published it, and I have just compared both of them, and I found some discrepancies, and yes, that's pretty much it. For those people who have not read your blog, can you highlight what was the discrepancies that you highlighted and what was the impact of that? There were many discrepancies, ma'am. Like there were at least 15 discrepancies as per my blog. I would like to highlight three or four of them. The first, let me give a background about COEMT. I think we all have a background about COEMT. That COEMT was named as Globalina, and they have a very shady background. 23 students killed themselves because of COEMT. Now we have that in. Now we have that clear. I'd like to tell you about RFP. RFP is request for proposal, and what happens is basically that the government issues a tender. CBSE is a government entity. It issued a tender. It issues a tender and it asks the bidder to bid for it. CBSE issued this tender three times. There were three different RFPs. The first was totally wiped off. The first was wiped off the GEM portal and everywhere. The second one I could find, and it was four bidders applied, and all of them were failed in the technical evaluation. COEMT and TCS happened to have been in them. On 28th August, CBSE releases another tender, and COEMT EduTech scores that tender. And I have compared both these tenders, these old RFP and the new RFP, on the 2nd May and the 28th August, and I found some discrepancies which I like to share. The first discrepancy is that in the old tender there were three clauses of poor performance that the service the service provider, which happens to be COEMT, would be disqualified if they have poor performance. But in the new RFP, it was totally wiped out. The second clause I'd like to point. 2025-2026 അധ്യയന വർഷത്തില് CBSE 12ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിൽ പരീക്ഷ എഴുതിയിരിക്കുന്നത് 17 ലക്ഷം വിദ്യാർത്ഥികളാണ്. 17 ലക്ഷം വിദ്യാർത്ഥികൾ. ഈ 17 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയെടുത്ത് കോടികൾ മറിച്ചുകൊണ്ടുള്ള അഴിമതിയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രമക്കേട് മാത്രമല്ല, ക്രമക്കേടുകൾക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് CBSEയുടെ ബോർഡ് എക്സാമിൽ നടന്നിരിക്കുന്നത് എന്ന് ഇതേ 2025-2026 കാലയളവിൽ 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ സാർത്ഥക് സിദ്ധാന്ത് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ കണ്ടുപിടുത്തം പാർലമെന്റിലെ സമിതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളതാണ്. നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുക. ഒരു വാക്ക് മിണ്ടാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. രാജ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിരിക്കുന്ന അഴിമതിയും ക്രമക്കേടും, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ട് ഈ ക്രമക്കേടിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്ക്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് രാജ്യത്ത് പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2025-2026 അധ്യയന വർഷത്തിലെ CBSEയിൽ നടപ്പിലാക്കിയിരിക്കുന്ന പുതിയ ഡിജിറ്റൽ മൂല്യനിർണ്ണയ സംവിധാനം ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിരിക്കുന്നു. വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു. ഈ ക്രമക്കേടുകൾക്ക് ആധാരമായിട്ട് സാർത്ഥക് സിദ്ധാന്ത് കണ്ടുപിടിച്ച 3 കാര്യങ്ങളാണുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് 2025 ഫെബ്രുവരിയിൽ ഒരു ടെൻഡർ വിളിക്കുന്നു. ഈ പറയുന്ന ഓൺ സ്ക്രീൻ മാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു ടെൻഡർ വിളിക്കുകയാണ്. ആ ടെൻഡർ പിന്നീട് ഗവൺമെൻറ്റിൻ്റെ ഈ മാർക്കറ്റ് പ്ലേസ്, അതായത് ജെമ്മിൽ നിന്ന് ഈ റെക്കോർഡുകളൊക്കെ അപ്രത്യക്ഷമാകുകയാണ് ദുരൂഹമായിട്ട്. ഏതുപോലെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന അതേ ഏർപ്പാട്
വളർന്നു വരുന്ന തലമുറയുടെ ഭാവി വെച്ചുകൊണ്ടുള്ള കളി. രാജ്യത്ത് അധികാരത്തിലെത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ നെട്ടുകെട്ട നാണം കെട്ട നെറികെട്ട ചീഞ്ഞു നാറിയ കളികളാണോ കളിക്കുന്നത്, അതിനെയൊക്കെ വെല്ലും രീതിയിൽ രാജ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലെ CBSEയുടെ 12ാം ക്ലാസ്സിൻ്റെ ബോർഡ് എക്സാമിൻ്റെ ഇവാലുവേഷനിൽ നെറികെട്ട നാണം കെട്ട കളി കളിച്ചിരിക്കുന്നു. 2025 ഫെബ്രുവരിയിൽ ടെൻഡർ വിളിക്കുന്നു. ആ ടെൻഡർ ജമ്മിൽ നിന്ന് അപ്രതീക്ഷമാകുന്നു ദുരൂഹമായിട്ട്. അതിനെക്കുറിച്ച് ഒരു വിവരങ്ങളും ഇപ്പോൾ അവൈലബിൾ അല്ല. രണ്ടാമത്തെ കാര്യം, ഇതേ 2025 മെയ് TCS അടക്കമുള്ള ഭീമൻ കമ്പനികൾ, IT കമ്പനികൾ ഈ പറയുന്ന ടെൻഡർ സാങ്കേതികപരമായി സാങ്കേതിക പരിശോധനയിൽ ഇവർ പരാജയപ്പെട്ടു എന്ന് കാണിച്ച് ടെൻഡർ റദ്ദാക്കുന്നു. ഏത്? ഈ 2025 ഫെബ്രുവരിയിൽ എടുത്ത ടെൻഡർ അത് 2025 മെയ്യിൽ റദ്ദാക്കുന്നു. ഇതേ 2025 ഓഗസ്റ്റിൽ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കോംടെക് എന്ന് പറയുന്ന കോയംറ്റ് എജുടെക് എന്ന കമ്പനിക്ക് കരാർ ലഭിക്കുന്നു. ഈ കോയംറ്റ് ആരാണ്? ഈ കോയംറ്റിൻ്റെ പാസ്റ്റ് എന്താണ്? ഈ കോയംറ്റ് നടത്തിയ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളിൽ വലിയ തരത്തിലുള്ള ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നു. ആ കോയംറ്റാണ് ഇത്തവണ CBSEയുടെ ഡിജിറ്റൽ ഇവാലുവേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് സാർത്ഥക് സിദ്ധാന്ത് എന്ന് പറയുന്ന ഇതേ 2025-26 കാലയളവിൽ 12ാം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സായ ഒരു വിദ്യാർത്ഥിയാണ്. ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന ഡിജിറ്റലൈസേഷൻ സംവിധാനം കൊണ്ടുവന്നിട്ട് ആ ഡിജിറ്റലൈസേഷൻ സംവിധാനത്തിൻ്റെ മറവിൽ 12ാം ക്ലാസ് ബോർഡ് എക്സാമിനെ അട്ടിമറിച്ചു. ഇത് അട്ടിമറിച്ചു എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ വേദാന്ത് എന്ന് പറയുന്ന വിദ്യാർത്ഥി പരീക്ഷ എഴുതി ഫിസിക്സ് പേപ്പറിൽ പരാജയപ്പെടുന്നു. റീവാലുവേഷന് വേണ്ടി അപേക്ഷിക്കുന്നു. താൻ എഴുതിയ ഉത്തരക്കടലാസ് കിട്ടാൻ വേണ്ടിയും അപേക്ഷ നൽകുന്നു. ഉത്തരക്കടലാസ് കയ്യിൽ കിട്ടിയപ്പോൾ 12ാം ക്ലാസ്സുകാരനായ ഫിസിക്സ് പരീക്ഷയിൽ തോറ്റ വേദാന്ത് ഞെട്ടിപ്പോയി. കാരണം എന്താ? ഈ ഉത്തരക്കടലാസിൽ വേദാന്തിൻ്റെ പേരുണ്ട്, രജിസ്റ്റർ നമ്പർ ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, എല്ലാ ആ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാ, കൃത്യമാ. അതേ ഷീറ്റിലുള്ള ആൻസർ അത് വേദാന്തിൻ്റെതല്ല, വേദാന്ത് എഴുതിയതല്ല. പിന്നെ ആരെഴുതി? എങ്ങനെ വന്നു? അതാണ് ഞാൻ പറഞ്ഞ കോടികളുടെ അഴിമതിയും ക്രമക്കേടും. വേദാന്തിൻ്റെതല്ല എങ്ങനെ സ്ഥാപിച്ചു? ആ ഹാൻഡ് റൈറ്റിംഗ് വേദാന്തിൻ്റെതായിരുന്നില്ല. മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥിയാകുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് തെളിയിക്കാൻ വലിയ പാടൊന്നുമില്ല. ഇത്രയും കാലം പഠിച്ച തൻ്റെ റെക്കോർഡുകൾ, താൻ എഴുതിയ മറ്റുള്ള പരീക്ഷാ പേപ്പറുകൾ, അതിൻ്റെ ഉത്തരക്കടലാസുകൾ, ഇതൊക്കെ ധാരാളം തന്നെയാണല്ലോ ഒരാളുടെ കൈയക്ഷരം ഹാൻഡ് റൈറ്റിംഗ് എന്താണെന്ന് തെളിയിക്കാൻ. വേദാന്ത് അത് തെളിയിച്ചു. അത് തെളിയിച്ചപ്പോൾ വേദാന്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, സംഘ് പരിവാർ ഹാൻഡിലുകൾ വേദാന്തിനെ പാകിസ്ഥാനി എന്ന് വിളിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കണം. രാജ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ പാകിസ്ഥാനി എന്ന് വിളിക്കുന്ന സംഘ് പരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ട അല്ലേ? സംഘ് പരിവാറിന് ഒരു കാര്യം ബോധ്യ, വളർന്നു വരുന്ന തലമുറ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വളർന്നു കഴിഞ്ഞാൽ ഈ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഇടമുണ്ടാകില്ല. അപ്പോൾ പിന്നെ എന്ത് വേണം? പൊട്ടന്മാരായിരിക്കണം വരേണ്ടത്. പരീക്ഷ എഴുതാത്ത, ക്രമക്കേടുകൾ നടത്തി പരീക്ഷ പാസ്സായിട്ടുള്ള, ആറും പൂ തിരിയാത്ത പൊട്ടന്മാർ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പരീക്ഷ പാസ്സായ വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് എത്തണം. അപ്പോഴേ എന്ത് നടക്കുകയുള്ളൂ? ഈ പറയുന്ന വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പ്രശ്നം നടന്നിട്ട് ഇത്രയും ദിവസമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമാ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ഇപ്പോൾ വരുന്നൊരു വാർത്തയുണ്ട്, CBSEയുടെ തലപ്പത്തിരിക്കുന്ന 1-2 ആളെ സസ്പെൻഡ് ചെയ്തു. എല്ലാം ആയല്ലോ.
എല്ലാം ആയല്ലോ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ ഇപ്പൊ വേദാന്തിന് സംഭവിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ ആ വിദ്യാർത്ഥിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ഒരു വർഷം ചുരുങ്ങിയത് നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടില്ലേ? ആലോചിക്ക്. നഷ്ടപ്പെട്ടില്ലേ? 17 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഈ പരീക്ഷയിൽ നടന്ന ക്രമക്കേടിന്റെ പേരിൽ 23 വിദ്യാർത്ഥികളാണ് ഈ കഴിഞ്ഞ മാസം മെയ് മാസത്തില് ആത്മഹത്യ ചെയ്തത്. എന്തിന്റെ പേരില്? ഈ അഴിമതിയുടെയും ക്രമക്കേടിന്റെയും പരിണിത ഫലമായിട്ട് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് സാധാരണക്കാരായ വിദ്യാർത്ഥികള് അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയ പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ട് പരാജയപ്പെടുത്തിയവറ്റകളെ 23 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. നരേന്ദ്രമോദിക്ക് ഡബിൾ ചങ്കില്ല, ഇരട്ട എഞ്ചിനുമില്ല, കമ എന്നൊരക്ഷരം മിണ്ടുന്നില്ല. കാരണം എന്താ? ന്യായീകരണങ്ങളില്ല. ഇതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. പിന്നെ എന്താ രാജ്യത്ത് നടക്കുന്നത്? ഇതുപോലെ തന്നെ നീറ്റ് എക്സാം അട്ടിമറിക്കപ്പെട്ടില്ലേ? എൻട്രൻസ് എക്സാം അട്ടിമറിക്കപ്പെട്ടില്ലേ? രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക. മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ച കാലത്ത് ഒരു ട്രെയിൻ അപകടം നടന്നതിൻ്റെ പേരിൽ അന്നത്തെ റെയിൽവേ മന്ത്രി രാജിവെച്ചു, അതിൻ്റെ ധാർമ്മികത ഏറ്റെടുത്തിട്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു ട്രെയിൻ അപകടം ഉണ്ടായതിൻ്റെ പേരിൽ അന്നത്തെ റെയിൽവേ മന്ത്രി രാജിവെച്ച് ഇറങ്ങി അവിടെ നിന്ന്. അപ്പോ അതിനേക്കാളൊക്കെ എത്രയോ വലിയ പ്രഹരമുള്ള, പ്രതിസന്ധിയായിട്ടുള്ള, വലിയ അപകടകരമായ ഒരു ക്രമക്കേട് രാജ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിട്ടും ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ നാവ് പൊന്തുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ നരേന്ദ്രമോദി പറയുന്നത്? എന്താ അമിത്ഷാ പറയുന്നത്? എന്താ ഈ പറയുന്ന സംഘപരിവാർ കേന്ദ്രങ്ങൾ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഗോമാതാവിനെ കുറിച്ച്, പശുവിനെ കുറിച്ച്, ബീഫിനെ കുറിച്ച്, മുസ്ലിമിനെ കുറിച്ച്, ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കുവാനുള്ള പ്രവണതയെക്കുറിച്ച് അല്ലേ? ഞാൻ ഇന്നലെ മറ്റൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി വോട്ട് ചെയ്ത ഒരു യുവാവ് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ പങ്കുവച്ചു. എന്താ കാര്യം? തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിൽ ഹൈന്ദവരായ ആളുകളോട് BJP പറഞ്ഞു, സംഘപരിവാർ അധികാരത്തിലെത്തിയാൽ മുസ്ലിമിൻ്റെ സ്വത്തൊക്കെ പിടിച്ചടക്കിയിട്ട് നിങ്ങളുടെ അണ്ണാക്കിൽ കൊണ്ടുവന്ന് തള്ളിത്തരൂ. കേട്ട പാതി കേൾക്കാത്ത പാതി സംഘപരിവാറുകാരും ഈ പണവും സ്വത്തും മറ്റുള്ളതൊന്നും കാണാത്തവരും കണ്ണു മഞ്ഞളിച്ച് BJPക്ക് വോട്ട് ചെയ്തു. മെനിഞ്ഞാന്ന് ആ വോട്ട് ചെയ്ത വ്യക്തി ഏത്? മുസ്ലിമിൻ്റെ സ്വത്ത് കിട്ടും, അതുകൊണ്ട് അത് പിടിച്ചെടുത്ത് നിനക്ക് കൊണ്ടുത്തരും എന്ന് പറഞ്ഞപ്പോൾ വോട്ട് ചെയ്ത വ്യക്തിയുടെ വീട് മെഞ്ഞാന്ന് JCB വന്ന് ഇടിച്ച് പിടിച്ച് തറുത്തു. തീർന്നോ വെടിക്കെട്ട്? മുസ്ലിമിൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട് എടുത്ത പണിയാ. സ്വന്തം വീടും കിടപ്പാടവും നഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യത്ത് വലിയ ക്രമക്കേട്, രാജ്യം നേരിടുന്നു നാണയപ്പെരുപ്പം, വിലക്കയറ്റം, ഇന്ധനക്ഷാമം, പെട്രോൾ ഡീസൽ വില വർധനവ്, ഗ്യാസിൻ്റെ വില വർധനവ്, അവശ്യ സാധനങ്ങളുടെ വില വർധനവ്, വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ച, പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിരിക്കുന്ന കോടികളുടെ അഴിമതിയും ക്രമക്കേടും എന്ന് വേണ്ട രാജ്യം എല്ലാ രീതിയിലും പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴും നരേന്ദ്രമോദിയും അമിത്ഷായും സംഘപരിവാറും രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പശുവിനെ കുറിച്ച് മാത്രം. ഹൈ, എല്ലാം ആയല്ലോ. എന്നാൽ ഈ പശുവിൻ്റെ കാര്യം കോർപ്പറേറ്റ് അറവുശാലകൾക്ക് ബാധകമാണോ? അല്ല. കോർപ്പറേറ്റ് അറവുശാലകൾ ഒരു തടസ്സവുമില്ലാതെ വളരെ കൃത്യമായി സ്മൂത്തായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും പശുവിനെ അറക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഇതിനെ കട്ട് ചെയ്ത് സ്ലോട്ട് ചെയ്ത് പാക്ക് ചെയ്യുന്നുണ്ട്, ഹലാൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലാഭം വരുന്നുണ്ട്. വരുന്ന ലാഭത്തിൻ്റെ വിഹിതം BJPയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല.
എന്നാൽ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യൻ പശുവിനെ വിൽക്കുകയോ വാങ്ങുകയോ തൊടുകയോ പിടിക്കുകയോ ചെയ്താൽ അടിയായി, പിടിയായി, കൊലവിളിയായി, അക്രമമായി, തല്ലി കൊല്ലലായി. CBSE പരീക്ഷയുടെ ആഘാതം ഇത്തവണ നിങ്ങളുടെ വീടുകളിൽ CBSEയുടെ 12ാം ക്ലാസ് ബോർഡ് എക്സാം എഴുതിയ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. CBSEയുടെ 12ാം ക്ലാസ് ബോർഡ് എക്സാം എഴുതിയ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ മനസ്സിലാകും. ഇപ്പോഴും റിസൾട്ട് വന്നിട്ടും തുടർ വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ കുരുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾ. ആലോചിച്ച് നോക്കുക, നിങ്ങൾ എങ്ങോട്ടാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നരേന്ദ്രമോദി മിണ്ടുന്നില്ല. നരേന്ദ്രമോദി റേഡിയോയിൽ പറയുന്ന പോലെ മാൻ കി ബാത്ത് നടത്തുന്നില്ല. നരേന്ദ്രമോദി മാധ്യമങ്ങളെ പിന്നെ പണ്ടേ കാണാറില്ല. സംഘപരിവാറിൻ്റെ ക്യാപ്സ്യൂളുകളൊന്നും പുറത്തേക്ക് വരുന്നതുമില്ല. എന്താണെങ്കിലും ഒരു 12ാം ക്ലാസ്സുകാരൻ CBSE ബോർഡ് എക്സാമിൻ്റെ വാല്യുവേഷന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായി നടത്തിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപകളുടെ കൊള്ളയാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെങ്കിലും പാർലമെൻറ്റിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. പാർലമെൻറ്റിന് മുന്നിലെത്തിയത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമൊന്നുമല്ല. കാരണം സംഘപരിവാറിൻ്റെ മേധാവിത്വം അവിടെയുമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ആശാവഹമായ എന്തെങ്കിലും ഒന്ന് നടക്കുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ രാജ്യത്ത് നടക്കുന്നത് അഴിമതിയാണ്, ക്രമക്കേടുകളാണ്. നരേന്ദ്രമോദിയുടെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണ്.